ഒരു മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ്റെ ക്ലൈമാക്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ പങ്കെടുത്ത കോമ്പറ്റീഷൻ, അതും പ്രിലിമിനറിയിൽ തന്നെ എന്തുകൊണ്ട് ഔട്ടായി എന്ന് ആലോചിച്ചിരുന്ന കോമ്പറ്റീഷൻ്റെ ക്ലൈമാക്സ് കാണാൻ ഞങ്ങൾക്കും പ്രത്യേക ഹരമായിരുന്നു. അന്നാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ ശരിക്കും ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയ ടീമായിരുന്നു. പക്ഷെ ഒരു പ്രോത്സാഹന സമ്മാനം നിന്ന് ഞങ്ങൾ എങ്ങ് സൈഡാക്കി. പക്ഷെ കുഴപ്പമില്ല, 120 സ്റ്റുഡൻറ് അഡ്വക്കേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ കോമ്പറ്റീഷനിൽ ബെസ്റ്റ് സ്റ്റുഡൻറ് അഡ്വക്കേറ്റ് ആയിട്ട് സമ്മാനം കിട്ടിയത് നമ്മുടെ മലയാളി വയനാടൻ ചെക്കനാണ്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? അതുപോലെ തന്നെ ഈ വന്ന 66 ടീമിൽ നിന്നും ബെസ്റ്റ് മെമ്മോറിയൽ അവാർഡ് കിട്ടിയതും നമ്മുടെ കോളേജിൽ നിന്നുള്ള ടീമിനാണ്. അപ്പൊ പിന്നെ സന്തോഷം ഇരട്ടിയായല്ലോ. ഈ 4 ദിവസത്തെ കോമ്പറ്റീഷൻ എനിക്ക് കൂട്ടായിരുന്നത് ഈ മലയാളം അറിയാത്ത ബംഗാളികളായിരുന്നു. ഞാൻ മലയാളത്തിൽ ഊക്കുമ്പോൾ അവർ തിരിച്ച് ബംഗാളിയിൽ ഊക്കും. അല്ലെങ്കിൽ മലയാളികളും ബംഗാളികളും തമ്മിൽ നല്ലൊരു ഒത്തൊരുമയുണ്ട്. എന്തായാലും ഗുജറാത്തിലേക്ക് വന്നതല്ലേ, എന്നാ പിന്നെ ഗുജറാത്ത് ഷോപ്പിംഗ് കൂടി എക്സ്പ്ലോർ ചെയ്യാൻ നേരത്തെ പെട്ടിയും പ്രമാണം എടുത്ത് ഞങ്ങൾ ആ തെരുവുകളിലേക്ക് ഒരേപോലത്തെ 2 ചെരുപ്പുകൾ മേടിക്കുന്ന ആഗ്രഹിക്കുന്ന അന്നയും മഫ്രിനും കൂട്ടായിട്ടാണ് റാസിയുടെ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. വായില് വെള്ളം വിറ്റുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പെട്ടിയെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോയാലോന്ന് ആലോചിച്ചു. അടുത്ത സ്ഥലം ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.